വചനസമീക്ഷയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്ന വേദഭാഗം മത്തായി 18:35. നിങ്ങൾ ഓരോരുത്തരും അവനവൻ്റെ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാഞ്ഞാൽ സ്വർഗസ്ഥനായ എൻ്റെ പിതാവും നിങ്ങളോട് അങ്ങനെ തന്നെ ചെയ്യും. ഈ വാക്യത്തിൽ ക്ഷമയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ നമ്മുടെ സഹോദരന്മാരോടും അയൽക്കാരോടും നമ്മളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓരോരുത്തരോടും ക്ഷമിക്കുന്നത് പോലെ തന്നെയായിരിക്കും സ്വർഗസ്ഥനായ നമ്മുടെ പിതാവും നമ്മളോട് ക്ഷമിക്കുന്നത്. അതായത് നമ്മൾ എങ്ങനെയായിരിക്കും ഓരോരുത്തരോട് പ്രവർത്തിക്കുന്നത് ആ തരത്തിൽ തന്നെയായിരിക്കും നമ്മുടെ പിതാവും നമ്മളോട് പെരുമാറുന്നത്. ഏതായാലും എല്ലാവർക്കും ഒരിക്കൽ കൂടി വചനസമീക്ഷയിലേക്ക് സ്വാഗതം. ക്ഷമയെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ക്ഷമിക്കുക എന്നത് എല്ലാവരെയും കൊണ്ട് നടക്കുന്ന ഒരു കാര്യമല്ല. കാരണം അത് ചിലർക്ക് മാത്രമേ ക്ഷമിക്കാൻ കഴിയുകയുള്ളൂ. ചിലർ എല്ലാവരോടും ക്ഷമിക്കാറുണ്ട്. പക്ഷെ ചിലർ ഓരോരുത്തർ ചെയ്യുന്ന പ്രവൃത്തി അനുസരിച്ച് ക്ഷമിക്കാറുള്ളൂ. പക്ഷെ നമ്മുടെ പിതാവ് അങ്ങനെയല്ല. നമ്മൾ എന്തൊക്കെ തെറ്റ് ചെയ്താലും, നമ്മൾ എന്തൊക്കെ പാപപ്രവൃത്തികളോട്ട് പോയാലും നമ്മുടെ സ്വർഗസ്ഥനായ പിതാവ്, നമ്മുടെ ദൈവം നമ്മളോട് ക്ഷമിക്കാറുണ്ട്. അത് ദൈവത്തിന് നമ്മോടുള്ള സ്നേഹവും കരുതലും ഒക്കെ കൊണ്ടാണ്. അത് ദൈവത്തിന് നമ്മളോട് കൂടെയുള്ള സ്നേഹവും കരുതലും ഒക്കെ കൊണ്ടാണ്. നമ്മളെപ്പോഴും നമ്മുടെ കൂടെ സഹപ്രവർത്തകരോട്, സുഹൃത്തുക്കളോട്, എല്ലാവരോടും ക്ഷമയുള്ളവരായിരിക്കണം. അവർ എത്ര വലിയ തെറ്റ് ചെയ്താലും ക്ഷമിക്കാൻ കഴിയുകയാണെങ്കിൽ ക്ഷമിക്കുക. ഇല്ലെങ്കിൽ നാളൊരു സമയത്ത് ദൈവം നമ്മളോട് ആ തരത്തിൽ തന്നെ പെരുമാറും. ഇത്തരത്തിൽ ഒരു വ്യക്തി, ഒരു ചെറിയ സംഭവമുണ്ട്. ഇത്തരത്തിൽ ഒരു രാജാവിൻ്റെയും വേലക്കാരൻ്റെയും ഒരു ചെറിയൊരു സംഭവം ബൈബിളിൽ തന്നെ ഉപമയായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ കാര്യത്തിനെക്കുറിച്ച് ഇന്ന് പറയാം. ഒരു കൊട്ടാരത്തിൽ ഒരു രാജാവിൻ്റെ ഏറ്റവും അടുത്തൊരു ഭൃത്യനുണ്ടായിരുന്നു. അയാൾക്ക് ഏറ്റവും ഒരു പണത്തിന് അത്യാവശ്യം ഒരു ഘട്ടം വന്നു. അപ്പോൾ രാജാവ് അയാൾക്ക് പണം കൊടുത്തു. ഒരു നിശ്ചിത സമയം പറഞ്ഞിട്ട് ഇയാൾ രാജാവിനോട് പറഞ്ഞു, ഞാൻ ഈ പണം തിരികെ നൽകാമെന്ന്. പക്ഷേ ദിവസങ്ങൾ കഴിഞ്ഞു പോയി. ഇയാൾക്ക് പണം തിരികെ നൽകാൻ കഴിഞ്ഞില്ല. ഒരുപാട് നാളുകളായി അയാൾ വിചാരിക്കുന്നത് പോലെ തിരികെ പണം നൽകാൻ കഴിഞ്ഞില്ല. അയാൾ വിചാരിച്ചു രാജാവിനത് തിരികെ കൊടുക്കണം, ഉടനെ തന്നെ രാജാവിനെ തിരികെ ഏൽപ്പിക്കണമെന്ന്. പക്ഷേ എന്തൊക്കെയായാലും ഓരോ സാഹചര്യങ്ങൾ അങ്ങനെയായിരുന്നു അയാളുടെ മുന്നിലെ സാഹചര്യങ്ങൾ കൊണ്ട് അയാൾക്കത് തിരികെ രാജാവിന് നൽകാൻ കഴിഞ്ഞില്ല. ഒടുവിൽ ഒരിക്കൽ രാജാവ് ഇയാളോട് ചോദിച്ചു, താൻ അന്ന് കടമായി നൽകിയ പണം തിരികെ ചോദിച്ചു. നമുക്കൊരു കോൾ വരുന്നുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ, വചനസമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? ഞാൻ അന്നമ്മ ബേബി. അന്നമ്മ ബേബി. ആന്റി എവിടെന്നാ വിളിക്കുന്നത്? ഞാൻ അങ്കമാലി നിങ്ങളുടെ സ്ഥിരം ആന്റി പ്രോഗ്രാം കണ്ടായിരുന്നോ? ഇന്നല്ല, കഴിഞ്ഞ ദിവസം. ഞാൻ ഇന്നും കൂടി കണ്ടു. ഇപ്പൊ വന്ന് കേറി വെച്ചോണ്ടിരിക്കാം. അപ്പോ സുഖമായിട്ടിരിക്കുന്നല്ലോ? നല്ല പ്രോഗ്രാമാണ്. ആണോ? നല്ല പ്രോഗ്രാമാണ് നിങ്ങളുടെ. എല്ലാ സംഭവങ്ങളും നല്ല തന്നെ. ആണോ? ഓക്കെ, താങ്ക്സ് ആന്റി. നമുക്കൊന്ന് ചോദ്യത്തിലോട്ട് പോകാം. പോകാം മോളെ. ഓക്കെ, ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ദാവീദ് ന്യായം വിധിക്കുവാനായി ശലോമോനെ ഏൽപ്പിച്ച ഒരു സേനാപതി ആരായിരുന്നു? ക്വസ്റ്റ്യൻ മനസ്സിലായോ ആന്റി? ആന്റി കേൾക്കുന്നുണ്ടോ? ക്വസ്റ്റ്യൻ മനസ്സിലായോ? ദാവീദ് ന്യായം വിധിക്കുവാനായി ശലോമോനെ ഏൽപ്പിച്ച ഒരു സേനാപതി ആരായിരുന്നു? ഏത് സേനാപതിയാണ് ന്യായം വിധിക്കുവാനായി? അതെ, കറക്റ്റാണ്.
സെരൂയയുടെ മകനായ യോവാബ്. കറക്റ്റാണ് കേട്ടോ. ഓക്കെ, ഇന്ന് പാട്ട് പാടുന്നുണ്ടോ ആൻറ്റി? പാട്ട് പാടാനൊന്നും ഒരുങ്ങിയിട്ടില്ല, എന്നാലും വേണമെങ്കിൽ 2 വരി പാടാം. 2 വരി പാടിക്കോ. മലയിൽ നിന്നും നിലാപത്തിൻ മാറ്റൊലി കേൾപ്പൂ, ദേവമെന്നെ ക്രൂശിലേറ്റുവാൻ അപരാധമെന്തു ഞാൻ ചെയ്തു. ഇത് പഴയ പാട്ടല്ലേ? ഇത് പഴയ പാട്ട്, പഴയ ഒരു സിനിമയിലെ പാട്ടാണ്. ആണല്ലേ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ന്യായം വിധിക്കത്തക്ക വണ്ണം യോവാബ് ചെയ്ത പ്രവൃത്തി എന്തായിരുന്നു? ക്വസ്റ്റ്യൻ മനസ്സിലായോ ആൻറ്റി? ന്യായം വിധിക്കത്തക്ക വണ്ണം യോവാബ് ചെയ്ത പ്രവൃത്തി എന്തായിരുന്നു? അവൻ അവരെ കൊന്നു, യുദ്ധരക്തം ചൊരിഞ്ഞു. അതെ, സമാധാന സമയത്ത് യുദ്ധരക്തം ചൊരിഞ്ഞു അല്ലേ? അതെ. അപ്പോൾ ആൻസർ കറക്റ്റാണ്. സമാധാന സമയത്ത് യുദ്ധരക്തം ചൊരിഞ്ഞു. അപ്പോൾ ഇന്ന് ബൈബിളിലെ ഏതെങ്കിലും ഒരു വ്യക്തിയെക്കുറിച്ച് പറയാമോ? പറയാം. ഇന്നലെ ഞാൻ വായിച്ചത് 1 രാജാക്കന്മാർ 17-ാം അധ്യായമാണ് വായിച്ചത്. അവിടെ എന്താ പറയുന്നത്? അതിൻ്റെ അകത്ത് ഏലിയാവ് ഇസ്രായേൽ രാജാവിന്റെ അടുത്ത് നിന്ന് പറഞ്ഞുകൊണ്ട് വരുമ്പോഴത്തേനും ദൈവം ഇസ്രായേലിനോട് പറയാണ്, ഏലിയാവിനോട് പറയുന്നു, നീ കെരേത്തോടിന്റെ അടുത്തേക്ക് പൊക്കോ, അവിടെ നിനക്ക് വേണ്ടി ഞാൻ കരുതിയിട്ടുണ്ട്, വെള്ളം അവിടെ കുടിച്ചോ എന്ന് പറഞ്ഞു. അപ്പൊ ഇറച്ചി കാക്ക രാവിലെയും വൈകുന്നേരവും കൊണ്ടുപോകും. നമ്മുടെ ദൈവം കരുതണ ദൈവം. അത് കഴിഞ്ഞ് അങ്ങനെ അവിടെ കഴിഞ്ഞ് തോട് ഉണങ്ങി കഴിഞ്ഞപ്പോഴത്തേനും അവന് ഭക്ഷണത്തെ കുറിച്ച് ഒരു വിഷമം ഉണ്ടായിട്ടില്ല. തോട് ഉണങ്ങിയപ്പോഴത്തേക്കും ദൈവം പറഞ്ഞു, നീ ഒരു കാര്യം, ഞാൻ ഒരു വിധവയുടെ അടുത്തേക്ക് പറഞ്ഞയക്കാം, അവിടെ ഞാൻ കരുതിക്കോളാം എന്ന് പറയുന്നത്. നമ്മുടെ ദൈവം കരുതണ ദൈവമല്ലേ. നമ്മള് ഒരു സ്ഥലത്ത് നമ്മൾ വിചാരിക്കും, അയ്യോ എന്ത് ചെയ്യുന്നായിരിക്കും, എങ്ങനെ ജീവിക്കും, എന്താവുന്നു. അപ്പൊ അവിടെ ചെന്നപ്പോ വിധവ ചുള്ളിലി വെക്കിക്കൊണ്ട് വേണം. 7-ാം അധ്യായം അവസാനം പറയുന്നത് ചുള്ളിലി വെക്കിക്കൊണ്ട് വേണം. അപ്പൊ നീ ഒരു കപ്പ് വെള്ളം കൊണ്ടുവരാൻ പറയാണ്. വെള്ളം എടുക്കാൻ പോകുമ്പോ പറയാണ്, ഒരു അടയും കൂടി കൊണ്ടുവരാന്ന് പറയാണ്. അപ്പൊ അവള് പറയാണ്, അയ്യോ എന്റെ അടുത്ത് ഒരു അപ്പത്തിനുള്ള മാവുള്ളൂ, അത് ചുട്ട് തിന്ന് ഞാനും എന്റെ മകനും മരിക്കാന്ന് വിചാരിച്ചിരിക്കാന്ന്. ചെന്നെടുത്തോണ്ട് വരാൻ പറയാണ്. അവള് വേഗം ചെന്ന് ഒരട ചുട്ട് കൊണ്ടുവന്ന് എന്റെ കലത്തിലെ മാവും വെളിച്ചെണ്ണ കുറവാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൊണ്ടുവന്ന് കൊടുത്തു കഴിഞ്ഞാൽ ചെല്ലുമ്പോ കലത്തിലെ മാവും വെളിച്ചെണ്ണ അതുപോലെ. ആ നാട്ടിലെ ക്ഷാമം തീരണ കാലം വരെ അവളുടെ കലത്തിലെ മാവും കുറഞ്ഞില്ല, ഭരണിയിലെ എണ്ണയും കുറഞ്ഞില്ല. അപ്പൊ നമുക്കായി കരുതാമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം കരുതിക്കൊള്ളും. നമ്മള് ഇങ്ങനെ ചെറിയൊരു വിഷയം വരുമ്പോ അയ്യോ ഞാൻ അതിൽ തന്നെ ആശ്രയിച്ചു, അത് തന്നെ അയ്യോ അത് പോയില്ലോ, ഇനി എങ്ങനെ ജീവിക്കും, എങ്ങനെ ജീവിക്കും, ഒന്നിനെ കുറിച്ചും വേണ്ട. നമ്മുടെ ദൈവത്തിന് സമർപ്പിച്ചു കൊടുക്കാൻ. ദൈവമേ ഇത് പോയല്ലോ, ഇനി ഞാൻ എന്ത് ചെയ്യും എന്ന് പറഞ്ഞപ്പോ ദൈവം നമുക്ക് വേണ്ടി 2 കരുതിണ്ടാവും. നമ്മൾ ഒരെണ്ണം വിചാരിക്കുന്നുള്ളൂ, 2 കരുതിയില്ല. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. സെരൂയയുടെ മകനായ യോവാബ് കൊന്ന ഇസ്രായേലിന്റെ 2 സൈന്യാധിപന്മാർ ആരെല്ലാമാണ്? ക്വസ്റ്റ്യൻ മനസ്സിലായോ ആൻറ്റി? ഹലോ, അതായത് യോവാബ് കൊന്ന ഇസ്രായേലിന്റെ 2 സൈന്യാധിപന്മാർ ആരെല്ലാമാണ്? നേരിന്റെ മകൻ അബ്നേരും യേരോദിന്റെ മകൻ അമസ്യോട്. അതെ, അബ്നേർ, അമാസ. ഓക്കെ, നമുക്ക് ഇന്ന് അവസാന ക്വസ്റ്റ്യനിലോട്ട് പോകാം. അവസാന ചോദ്യം. അവന്റെ നരച്ച തലയെ സമാധാനത്തോടെ പാതാളത്തിൽ ഇറങ്ങുവാൻ
സമ്മതിക്കരുത് എന്ന് ദാവീദ് ആരെക്കുറിച്ചാണ് ശലോമോനോട് പറഞ്ഞത്? ശലോമോനോട് ദാവീദ് ആരെക്കുറിച്ചാണ് പറഞ്ഞത്? അവന്റെ അരക്കച്ചയിലും കാലിന്മേലും രക്തം ആക്കിയത് മൂലം അവൻ സമാധാനത്തോടെ പോകരുതെന്ന് മറിയ സമാധാനത്തോടെ പാതള ഇറക്കരുതെന്ന് സമ്മതിച്ചു. അത് തന്നെ. അവിടെ ഒരു വ്യക്തിയെ കുറിച്ചാണ് പറയുന്നത്. അവന്റെ നരച്ച തലയെ സമാധാനത്തോടെ പാതാളത്തിൽ ഇറങ്ങുവാൻ സമ്മതിക്കരുത്. ഇങ്ങനെ ദാവീദ് ഒരാളെ കുറിച്ചാണ് ശലോമോനോട് പറയുന്നത്. യോവാബ്. അതെ, കറക്റ്റാണ്, യോവാബ്. ഓക്കെ, എന്തായാലും എന്റെ ഇന്ന് വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ഇനിയും വിളിക്കണം കേട്ടോ. ഓക്കെ ആന്റി, താങ്ക് യു. അന്നമ്മ ആന്റിയാണ് ഇപ്പോൾ വിളിച്ചത്. ആന്റി എല്ലാ ക്വസ്റ്റ്യനും കറക്റ്റായിട്ട് തന്നെ ആൻസർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു പാട്ട് പാടി, ബൈബിളിലെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ നല്ലൊരു കോളായിരുന്നു. ഞാൻ പറഞ്ഞു വന്നത് ഈ രാജാവിനെയും രാജാവിൻ്റെ ഭൃത്യനെയും കുറിച്ചാണ്. അപ്പോൾ ഈ രാജാവ് ഇയാളോട് പണം തിരികെ ചോദിച്ചു. അപ്പോൾ ഇയാൾ പറഞ്ഞു, ഇപ്പോൾ എനിക്ക് പണം ഞാൻ തരാൻ ആഗ്രഹിച്ചിരുന്നു, പക്ഷേ സാഹചര്യങ്ങൾ കൊണ്ട് എനിക്കിപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പണത്തിന് അത്യാവശ്യമായിട്ടുള്ള ഒരു സമയമാണ്. അപ്പോൾ പിന്നീട് തരാം എന്ന് പറഞ്ഞ് ഒഴിയുകയാണ്. അപ്പോൾ രാജാവ് പറഞ്ഞു, സാരമില്ല, ഇല്ലാത്തത് കൊണ്ടല്ലേ, തരേണ്ടതില്ല എന്ന് രാജാവ് ഇയാളോട് പറയുന്നുണ്ട്. അപ്പോൾ ഇയാൾക്ക് വളരെയധികം സന്തോഷവും അതുപോലെ തന്നെ ഒരു സമാധാനമൊക്കെ ഉണ്ടാകും. കാരണം നമുക്കറിയാം, വലിയൊരു എമൗണ്ടാണ് ഈ രാജാവിൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചിട്ടുള്ളത്. അത് തിരിച്ചു കൊടുക്കാൻ പറ്റുന്നൊരു അവസരമല്ല. കാരണം കിട്ടുന്ന കാശ് തൻ്റെ നിത്യ ചെലവിനും ബാക്കിയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി മാറ്റുമ്പോൾ ആ രാജാവിന് ആ കാശ് തിരിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല. ഇതാണ് ഇയാൾക്ക് പറ്റിയത്. അപ്പോൾ രാജാവ് ഇങ്ങനെ പറഞ്ഞപ്പോൾ, ആവശ്യമില്ല, സാരമില്ല, ഇനി തനിക്ക് തരണ്ട, നിൻ്റെ സാഹചര്യം എനിക്ക് മനസ്സിലാകുന്നു എന്ന് രാജാവ് പറഞ്ഞപ്പോൾ ഈ ഭൃത്യന് വളരെയധികം സന്തോഷമായി. രാജാവ് തൻ്റെ അവസ്ഥ മനസ്സിലാക്കിയല്ലോ, എൻ്റെ സാഹചര്യം ഏതാണെന്ന് രാജാവിന് മനസ്സിലായി, എന്നോട് ക്ഷമിച്ച് ആ കാശ് എന്നോട് ചോദിച്ചില്ലല്ലോ, വേണ്ടാന്ന് പറഞ്ഞല്ലോ എന്നൊക്കെ ഓർത്ത് ഈ ഭൃത്യന് ഒരുപാട് സന്തോഷമായി. ഇതേസമയം ഈ ഭൃത്യനിൽ നിന്നും ഈ ഭൃത്യൻ ഇയാൾ രാജകൊട്ടാരത്തിലുള്ളതാണ്, രാജാവിൻ്റെ ഭൃത്യനാണ്. പക്ഷേ ആ നാട്ടിലെ ഒരു സാധാരണ, ഈ ഭൃത്യൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു സാധാരണക്കാരൻ ഈ ഭൃത്യനിൽ നിന്നും, കാരണം രാജാവിൻ്റെ കൊട്ടാരത്തിൽ ജോലിയുള്ള ആളാണ്, നല്ല കാശൊക്കെ ഉണ്ട്, അപ്പോൾ അയാളുടെ നിന്ന് കുറച്ച് പൈസ കടം മേടിച്ചിരുന്നു. അപ്പോൾ ഈ കാശ് ചോദിച്ച് ഇയാൾ വീണ്ടും ഒരുപാട് നാളായി കടം മേടിച്ചിട്ട്, അപ്പോൾ ഈ ഭൃത്യൻ വിചാരിച്ച് ഇന്ന് തരും നാളെ തരും എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. പക്ഷേ തിരിച്ചു കൊടുക്കാൻ അയാൾ കഴിയുന്നില്ല. കാരണം ഈ ഭൃത്യനിൽ നിന്നും വളരെയധികം പാവപ്പെട്ടൊരു വ്യക്തിയാണ്, വളരെ ദാരിദ്ര്യമുള്ളൊരു വ്യക്തിയാണ്. പക്ഷേ അതുകൊണ്ട് തന്നെ അയാൾ കൊടുക്കാൻ കഴിയുന്നില്ല. കാരണം ഇത്ര കാശ് പോലും സേവ് ചെയ്യാൻ മറ്റയാൾക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് കൊടുക്കാൻ കഴിയാത്തത്. പക്ഷേ ഈ ഭൃത്യൻ രാജാവ് തന്നോട് ക്ഷമിച്ചതോ തനിക്ക് ഇപ്പോൾ കഴിഞ്ഞു പോകാനുള്ള കാശ് തന്നെയുള്ളതോ ആ കാര്യമൊന്നും ആലോചിക്കാതെ നിരന്തരം ഈ തൻ്റെ വീടിൻ്റെ സമീപത്ത് താമസിക്കുന്ന ഇയാളുടെ വീട്ടിൽ പോയി നിരന്തരം കാശ് ചോദിക്കുന്നുണ്ടായിരുന്നു. നിരന്തരം കാശ് ചോദിച്ചു ശല്യപ്പെടുത്തിയപ്പോൾ അയാൾ പറഞ്ഞു, ഇപ്പം എൻ്റെ തരുവാനുള്ള സാമ്പത്തിക സ്ഥിതി എനിക്കില്ല, എൻ്റെ സാഹചര്യം അത്രത്തോളം മോശപ്പെട്ടതാണ്, നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഞാൻ എങ്ങനെയാണ് ഓരോ ദിവസം കഴിഞ്ഞു പോകുന്നതെന്ന് ഈ ഭൃത്യനോട് പറയുന്നുണ്ട്. പക്ഷേ ഇയാൾക്കൊന്നും മനസ്സിലാകുന്നില്ല. ഇയാൾ വളരെയധികം ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ ഭൃത്യൻ്റെ ശല്യം ചെയ്യൽ വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും ചോദിച്ചപ്പോൾ ഈ ഭൃത്യൻ്റെ വീട്ടിൻ്റെ സമീപത്ത് താമസിക്കുന്ന അയൽക്കാരൻ ഒരു കാര്യം ചെയ്തു. നമുക്ക് വീണ്ടും ഒരു കോൾ വരുന്നുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? എൻ്റെ പേര് പെർസ്യൂസ്. എന്താ? പെർസ്യൂസ്. ഓക്കെ, എവിടുന്നാ വിളിക്കുന്നത്? ഞാൻ തൊടുപുഴ. നല്ല പേരാണ് കേട്ടോ. ബൈബിൾ നെയിമാണ്. ആണല്ലേ, നല്ല പേര്, എനിക്ക് ഇഷ്ടമായി കേട്ടോ. വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്?
വീട്ടിൽ ഹസ്ബൻഡ് അമ്മയുണ്ട്. ഓക്കെ. ഹസ്ബൻഡ് എന്ത് ചെയ്യുക? ഹസ്ബൻഡിന്റെ കോണ്ടാക്ട് വർക്കാണ്. ഓക്കെ ഓക്കെ. അപ്പോൾ ചേച്ചി വർക്കൊന്നും ചെയ്യുന്നില്ലല്ലോ? ഇപ്പൊ ചെയ്യുന്നില്ല, ഓക്കെ ഹൗസ് വൈഫാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് 4 ക്വസ്റ്റ്യൻ ആണ് എന്നുള്ളത്. 4 ക്വസ്റ്റ്യനും മാക്സിമം കറക്റ്റായിട്ട് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ഓക്കെ ഓക്കെ. ഓക്കെ, അപ്പം നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ഓക്കെ ഓക്കെ. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, യോവാബിനെ കൊല്ലുന്നത് മൂലം ശലോമോനിൽ നിന്നും അവൻ്റെ പിതൃഭവനത്തിൽ നിന്നും എന്തു നീക്കി കളയും? ക്വസ്റ്റ്യൻ ഇതാണ്, യോവാബിനെ കൊല്ലുന്നത് മൂലം ശലോമോനിൽ നിന്നും അവൻ്റെ പിതൃഭവനത്തിൽ നിന്നും എന്തു നീക്കിക്കളയും? ചിന്നിയ രക്തം. അതെ, കറക്റ്റാണ്. യോവാബ് കാരണം കൂടാതെ ചിന്തിയ രക്തം. ഓക്കെ, അപ്പോൾ ആൻസർ കറക്റ്റാണ്. അപ്പോൾ ചേച്ചി പാട്ട് പാടാറുണ്ടോ? പാട്ട് ചെറുതായിട്ട്. അപ്പോൾ ഒരു പാട്ട് പാടുന്നുണ്ടോ? പയ്യൊന്ന് ട്രൈ ചെയ്യാം. എങ്കിലൊരു 4 വരി പാടിക്കോ. വാക്കുകൾ ആനന്ദം വന്നിച്ചിടാ വാക്കുകൾ ഇല്ല. ഹലോ. ഓക്കെ, നന്നായിരുന്നു കേട്ടോ. ഓക്കെ ഓക്കെ, നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഓക്കെ ഓക്കെ. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, യോവാബിന്റെ രക്തപാതകം യഹോവ ആരുടെ തലമേൽ വരുത്തും? ഇസ്രായേലിന്റെ സേനാപതിയായ നേരിന്റെ മകൻ അബ്നേറിന്റെ. അതെ, അതായത് അവന്റെ തലമേൽ തന്നെ. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ആൻസറും കറക്റ്റാണ്. നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഓക്കെ ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, യോവാബ് കാരണം കൂടാതെ ചിന്തിയ രക്തം ആരുടേതൊക്കെയാണ്? നേരിന്റെ മകൻ അബ്നേറിന്റെ അമാസയുടെ. അതെ, ഇസ്രായേലിന്റെ സൈന്യാധിപനായ അബ്നേർ, യഹൂദയുടെ സൈന്യാധിപനായ അമാസ. ഓക്കെ, കറക്റ്റാണ് കേട്ടോ. ഓക്കെ, നമ്മുടെ ബൈബിളിൽ ഒരുപാട് വ്യക്തികളെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു വ്യക്തിയെ കുറിച്ച് പറയാമോ? എനിക്ക് ഇഷ്ടപ്പെട്ട ദാവീദിനെ വലിയ ഇഷ്ടമാണ്. അതെന്താ ദാവീദിനെ ഇഷ്ടപ്പെടാനുള്ള കാരണം? ദാവീദ് തെറ്റ് ചെയ്തിട്ട് അനുദപിച്ച് പിന്നെയും ദൈവത്തിലേക്ക് വന്നു. അതുപോലെ തന്നെ ഓരോ ദാവീദിനെ പറ്റി ചെറുപ്പം മുതലേ പഠിക്കുമ്പോൾ നമുക്ക് അറിയാലോ ഓരോ കാര്യങ്ങള്, ഗോലിയാത്തിനെ കൊന്ന കാര്യങ്ങള്. അതുപോലെ ദാവീദ് ദൈവത്തിന് വേണ്ടി വളരെ നിന്ന ഒരു വ്യക്തിയാണ്. ഇതൊക്കെ കൊണ്ടാണല്ലേ. ഓക്കെ. പിന്നെ അനേക സങ്കീർത്തനങ്ങൾ എഴുതിയിട്ടുണ്ട്. അതൊക്കെ നമുക്ക് വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന വളരെ ആശ്വാസം കിട്ടുന്ന സങ്കീർത്തനങ്ങളാണ്. നമ്മുടെ ദുഃഖ സമയത്തും നമുക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിലൊക്കെ ദാവീദിന്റെ സങ്കീർത്തനങ്ങൾ വായിച്ച വളരെയധികം ഒരു സമാധാനവും ഒക്കെ കിട്ടാറുണ്ടല്ലേ. അതെ. ഓക്കെ, അപ്പോൾ നമുക്ക് അവസാന ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഓക്കെ. അവസാന ചോദ്യം, യോവാബിനേക്കാൾ നീതിയും സദ്ഗുണവുമുള്ള 2 സൈന്യാധിപന്മാർ ആരെല്ലാമായിരുന്നു? അബ്നേറും അമാസായും. അതെ, ആൻസർ കറക്റ്റാണ്, അബ്നേർ, അമാസ. അപ്പോൾ ചേച്ചി 4 ക്വസ്റ്റ്യനും കറക്റ്റായിട്ട് തന്നെ ആൻസർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ഇനിയും വിളിക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു. തൊടുപുഴയിൽ നിന്നും പേഴ്സ്യൂസ് ചേച്ചിയാണ് വിളിച്ചത്. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യനും കറക്റ്റായിട്ട് തന്നെ ആൻസർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഒരു പാട്ട് പാടി നല്ലൊരു കോളായിരുന്നു. അപ്പോൾ ഈ ഭൃത്യൻ അയൽവാസിയോട് പോയി നിരന്തരം കാശ് ചോദിച്ചപ്പോഴത്തേക്കും അത്രത്തോളം സഹിക്കിട്ടിട്ട് കടക്കാരനായി തീർന്നല്ലോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട്
തനിക്ക് തിരിച്ച് കാശ് കൊടുക്കാനുള്ള ഒരു സാഹചര്യവുമില്ല. അങ്ങനെ ഒന്നും തന്നെ അവൻ്റെ മുൻപിൽ ഇല്ലാതെ താൻ കാരണം തൻ്റെ കുടുംബം കൂടി നാണം കെടുന്നുണ്ട്. ഇയാൾ നിരന്തരം വന്ന് കാശ് ചോദിക്കുന്നുണ്ട്. അത് കൊടുക്കാൻ കഴിയുന്ന സാഹചര്യവുമല്ല. പെട്ടെന്ന് വന്ന് ഇത്രയും ചോദിച്ചാൽ എന്ത് ചെയ്യും എന്ന് ചിന്തിച്ചുകൊണ്ട് ആ അയൽക്കാരൻ സൂയിസൈഡ് ചെയ്യുകയാണ്. അപ്പോൾ അയാൾ ആത്മഹത്യ ചെയ്തു. അത് ആ നാട്ടിലാകെ അത് വാർത്തയായി. പെട്ടെന്ന് ഇയാൾ ഇങ്ങനെ ആത്മഹത്യ ചെയ്തപ്പോൾ ഈ ഭൃത്യനും രാജാവിൻ്റെ ഭൃത്യനും അത് ഒരു ഷോക്കായിപ്പോയി. കാരണം അയാൾ ഇങ്ങനെ ചെയ്യുമെന്ന് ഒരിക്കലും കരുതിയില്ല. അപ്പോൾ ഇയാൾ സൂയിസൈഡ് ചെയ്തതും അതിൻ്റെ കാരണവും നാട്ടിലെമ്പാടും എല്ലാവരും അറിയുകയും ഇയാൾ സൂയിസൈഡ് ചെയ്ത വാർത്ത നാട്ടിൽ മൊത്തം വാർത്തയാവുകയും ചെയ്തു. അതുപോലെ തന്നെയാണ് ഈ സംഭവം രാജാവിൻ്റെ ചെവിയിലും എത്തി. അതിനുള്ള കാരണവും എത്തി. അപ്പോഴാണ് തൻ്റെ ഭൃത്യനാണ് ഇതിന് പിന്നിലെ കാരണക്കാരനെന്ന് ഈ രാജാവ് അറിയുന്നത്. ഉടൻ തന്നെ രാജാവ് തൻ്റെ ഭൃത്യനെ തൻ്റെ അടുക്കിലേക്ക് വിളിക്കുന്നുണ്ട്. വിളിച്ചതിന് ശേഷം അയാൾ ചെയ്തത് തെറ്റാണെന്നും ഞാൻ നിന്നോട് ക്ഷമിച്ചു, നീ എനിക്ക് കാശ് തരാനുണ്ടായിരുന്നു, പക്ഷേ ആ പണം നിൻ്റെ സാഹചര്യം മനസ്സിലാക്കി ഞാൻ ക്ഷമിച്ചു, പക്ഷേ നീ ചെയ്തത് അങ്ങനെയല്ല, നീ വളരെ വലിയൊരു തെറ്റാണ് ചെയ്തത്, നീ കാരണം ഒരാളുടെ ജീവൻ തന്നെ ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നു, അതിനാൽ ഞാൻ നിനക്ക് വലിയൊരു ശിക്ഷ കൽപ്പിക്കുകയാണെന്ന് പറഞ്ഞ് ഇയാളെ തടങ്കലിലേക്ക് മാറ്റുകയാണ്. നമുക്ക് വീണ്ടും ഒരു കോള് വരുന്നുണ്ട്. ആരാണെന്ന് നോക്കാം. ഹലോ, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? ഞാൻ സ്മിതയാണ്, തിരുവനന്തപുരത്ത് നിന്ന്. ഓക്കെ ചേച്ചി, ആദ്യമായിട്ടാണോ ഈ പ്രോഗ്രാമിലേക്ക് വിളിക്കുന്നത്? അല്ല, ഇതിനു മുമ്പ് ഒരിക്കൽ ഓക്കെ ചേച്ചി. അപ്പോൾ ചേച്ചിയുടെ വീട്ടിലായിരിക്കും ഉള്ളത്? ഹസ്ബൻഡും 2 മക്കളുണ്ട്. ഓക്കെ, ഹസ്ബൻഡ് എന്ത് ചെയ്യുക? കോർപ്പറേഷനിലാണ് ജോലി. ഓക്കെ, മക്കൾ എന്ത് ചെയ്യുന്നു? മക്കള് 8ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും, മൂത്തത് മോനും 2ാമത്തത് മോളും. അവരുടെ പേരെന്താ? ആശിഷും അനുഷയും. ഓക്കെ ചേച്ചി, അപ്പോൾ നമുക്കിന്ന് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ശരി. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ശിമയെ വിളിച്ചു വരുത്തി ശലോമോൻ അവനോട് പറഞ്ഞത് എന്താണ്? നീ യെരൂശലേമിൽ ഒരു വീട് പണിത് പാർത്തു കൊള്ളുക, അവിടുന്ന് പുറത്തെങ്ങും പോകരുത്, പിന്നെ കിദ്രോൻ തോട് കടക്കുന്ന നാളിൽ നീ മരിക്കേണ്ടി വരും എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ആൻസർ കറക്റ്റാണ്. യെരൂശലേമിൽ ഒരു വീട് പണിത് പാർത്തു കൊള്ളുക, അവിടെ നിന്നും പുറത്തെങ്ങും പോകരുത്. കറക്റ്റാണ് കേട്ടോ ആൻസർ. ഓക്കെ, നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. ശരി. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ശിമെയുടെ മരണത്തെക്കുറിച്ച് ശലോമോൻ എന്താണ് അവനോട് പറഞ്ഞത്? ഇത് 2 അടിമകള് പിന്നെ ഇവിടെ ഗത്ത് രാജാവിന്റെ അടുത്തോട്ട് ഓടിപ്പോയി. അപ്പൊ അവരെ കണ്ടുപിടിക്കാൻ വേണ്ടി ശിമയെ എഴുന്നേറ്റ് പോയി ആഖീസ് രാജാവിന്റെ അടുത്തോട്ട് പോയപ്പോഴത്തേക്ക് അത് ശലോമോൻ അറിഞ്ഞപ്പോഴത്തേക്കും പിന്നെ കൊല്ലാൻ വേണ്ടി പറഞ്ഞതാണ്. ചേച്ചി, ക്വസ്റ്റ്യൻ ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തരാം. ശിമയുടെ മരണത്തെക്കുറിച്ച് ശലോമോൻ എന്താണ് പറഞ്ഞത്? മരിക്കേണ്ടി വരും. അതെ, അപ്പോൾ അതാണ് ആൻസർ. കിദ്രോൻ തോട് കടക്കുന്ന നാളിൽ നീ മരിക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ ആൻസർ കറക്റ്റ് ആണേ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ശിമെയി യെരൂശലേമിൽ എത്ര വർഷം പാർത്തു? 3 വർഷം. 3 വർഷം. അപ്പോൾ 3 ക്വസ്റ്റ്യന് ആൻസർ കറക്റ്റായിട്ട് പറഞ്ഞു. ചേച്ചി ഒരു പാട്ട് പാടുന്നോ? പാട്ട് പാടില്ല, എനിക്ക് പാട്ട് പാടാൻ അറിയില്ല അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഓക്കെ, അവസാന ചോദ്യം. ശിമയുടെ എത്ര അടിമകളാണ് ഓടിപ്പോയത്? 2 പേര്. 2 പേര്. ആൻസർ കറക്റ്റാണ്, 2. അപ്പോൾ ചേച്ചി എല്ലാ ക്വസ്റ്റ്യനും കറക്റ്റായിട്ട് തന്നെ ആൻസർ ചെയ്തിട്ടുണ്ട്. എന്തായാലും വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ഇനിയും വിളിക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു. തിരുവനന്തപുരത്ത് നിന്നും സ്മിത ചേച്ചിയാണ് വിളിച്ചത്. ചേച്ചി എല്ലാ ക്വസ്റ്റ്യനും കറക്റ്റായിട്ട് തന്നെ ആൻസർ ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ രാജാവിനെ കുറിച്ചാണ്. രാജാവ് തൻ്റെ ഭൃത്യനോട് അയാൾ കാരണം ഒരു അയൽക്കാരൻ മരിക്കേണ്ടി വന്നു, അതുകൊണ്ട് തന്നെ തിരിച്ച് തൻ്റെ ഭൃത്യനും അതുപോലെ വളരെ വലിയൊരു ശിക്ഷ കൊടുത്ത് തടവിലാക്കി. അയാൾ പിന്നെ തടവിൽ കഴിയേണ്ടി വന്നു. ഈ ഭൃത്യൻ
തൻ്റെ അയൽക്കാരനോട് രാജാവ് ക്ഷമിച്ചതുപോലെ ക്ഷമിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇങ്ങനെയൊന്നും അയാളുടെ ജീവിതത്തിൽ കടന്നു വരേണ്ടി വരില്ലായിരുന്നു. ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിലും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ 1-2 പേരോട് ക്ഷമിക്കണം. ക്ഷമിച്ചാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ അത് പിന്നീട് അനുഗ്രഹമായി തീരൂ. അല്ലാഞ്ഞാൽ നമുക്ക് എന്തായാലും ഒന്നുകിൽ മറ്റൊരു വ്യക്തിയുടെ കയ്യിൽ നിന്നും അല്ലെങ്കിൽ ദൈവത്തിൽ നിന്നും ഇതുപോലെയുള്ള എന്തെങ്കിലും ശിക്ഷ ലഭിക്കേണ്ടി വരും. നമ്മളെപ്പോഴും ക്ഷമിക്കാനുള്ളൊരു സ്വഭാവം ഉള്ളവരായി തീരണം. എന്തായാലും വചനസമീക്ഷയുടെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.